കോളേജിൽ ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ പറയുന്ന ഓർമ്മയുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്ട്രോക്ക് വരുന്ന ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സ്ട്രോക്കിന് മുമ്പത്തെ സമയത്തിന് മാതിരിയല്ല ജീവിതം സ്ട്രോക്ക് കഴിഞ്ഞതിന് ശേഷം. ഭയങ്കര ഡെബിലിറ്റേറ്റിംഗ് ആണ്, പലപ്പോഴും നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന സിറ്റുവേഷനാണ്. ഒരു 10 to 20 years മുമ്പേ സ്ട്രോക്കിന് മരുന്നുകൾ മാത്രമാണല്ലോ, ആ ഗുളിക കഴിച്ചുകൊണ്ട് സ്ട്രോക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ മാത്രമേ പറ്റണമല്ലോ. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അത് ട്രീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്ക് എൻഡോവാസ്കുലർലി ആ ക്ലോട്ട്, പ്രത്യേകിച്ച് ബ്രെയിനിൽ പോയിട്ട് ക്ലോട്ട് അടയുന്നത് നമുക്ക് ആൻജിയോഗ്രാം വഴി പോയിട്ട് വിത്തിൻ ടൈം ആ ക്ലോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ലൈഫ് ചേഞ്ചിങ് ആണ്. യെസ്, അതൊരു ഇനീഷ്യലി കുറച്ച് കോസ്റ്റ്ലിയാണ്, ഒരു 2 to 3 lakhs വരെ വരുന്ന പ്രൊസീജിയേഴ്സ് ആയിരിക്കും അത്. പക്ഷേ നമ്മൾ തിരിച്ച് 3 months കഴിഞ്ഞ് ലൈഫിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റീവ് ലൈഫായിരിക്കും, ജീവിതകാലം ഫുൾ. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഏർണിംഗ് മെമ്പർ ആണെങ്കിൽ ഏർൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അതാണ് റോൾ ഓഫ് എൻഡോവാസ്കുലർ ഇൻ്റർവെൻഷൻ ഇൻ സ്ട്രോക്ക്.